ഹായ്, ബാങ്കിങ് സിംപ്ലിഫൈഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാങ്ക് ലോക്കറുകളിൽ നമ്മൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണ്ണാഭരണങ്ങളാവാം, ആധാരമാവാം, അങ്ങനെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള രേഖകളോ എല്ലാം നമ്മൾ ബാങ്ക് ലോക്കറിൽ വയ്ക്കുന്ന പതിവുണ്ട്. ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അല്ലെങ്കിൽ കാണാതായാൽ അതിന് ബാങ്ക് ഉത്തരവാദിത്വമുണ്ടോ, അതിൽ ബാങ്ക് നമുക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം തരുമോ, ഇങ്ങനെ ഒരു സംശയം ഇടപാടുകാരുടെ മനസ്സിൽ ഉള്ളതാണ്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബാങ്കും നമ്മളും തമ്മിലുള്ള ലോക്കർ എടുക്കുമ്പോഴുള്ള കരാർ വ്യവസ്ഥയുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം. വീട്ടുടമസ്ഥൻ വീട് ഒരു വാടകക്കാരന് വാടകയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ വീട്ടുടമസ്ഥൻ വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാടകക്കാരൻ ആ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്ന് സാധാരണ രീതിയിൽ വീട്ടുടമസ്ഥൻ അന്വേഷിക്കുന്ന പതിവില്ല. അത് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. ഏതെങ്കിലും കാരണവശാൽ വാടകക്കാരൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വസ്തുക്കൾ കളവ് പോവുകയോ മറ്റോ ഉണ്ടായാൽ വീട്ടുടമസ്ഥൻ ആ നഷ്ടം നികത്തി കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ആ കരാറിൻ്റെ സ്വഭാവം. ബാങ്ക് ലോക്കർ എടുക്കുന്ന കാര്യത്തിലും അതുതന്നെയാണ് കരാറിൻ്റെ സ്വഭാവം. ബാങ്ക് നമ്മൾ എടുക്കുന്നത് അതൊരു ലീസാണ്. ഉടമസ്ഥൻ സ്ഥലം വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയുള്ള ഒരു കരാറാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ അതിനുള്ള ഉത്തരവാദിത്വം ബാങ്കുകൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാം സാധനങ്ങളാണ് ബാങ്ക് ലോക്കറിൽ വെക്കുന്നത് എന്ന് ബാങ്കുകൾ അന്വേഷിക്കുന്നുമില്ല. ചില സാധനങ്ങൾ വെക്കാൻ പാടില്ല എന്നുള്ള ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള വസ്തുക്കൾ, ഈവൻ കറൻസി പോലും ലോക്കറിൽ വെക്കാൻ പാടില്ല എന്നുള്ള ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം ലോക്കർ എടുക്കുന്ന ഇടപാടുകാരനാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ അതിൽ നിന്ന് വസ്തുക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ബാങ്ക് ലോക്കറുകൾ സുരക്ഷിതമായി കള്ളം കൊണ്ടുപോകാതെയും മറ്റ് നഷ്ടങ്ങൾ സംഭവിക്കാതെയും സുരക്ഷിതമായി വെക്കേണ്ട ഉത്തരവാദിത്വം ബാങ്കിനുണ്ട്. അതിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ അങ്ങനെയുള്ളൊരു നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ നഷ്ടം ബാങ്കുകൾ ഇടപാടുകാർക്ക് നികത്തി കൊടുക്കേണ്ടതാണ്. അതേസമയം ചില പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അങ്ങനെയൊക്കെയുള്ള ഭൂമികുലുക്കം എന്നിങ്ങനെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങളോടുകൂടെ ഉണ്ടാവുന്ന ഒരു നഷ്ടമാണ് ലോക്കർ അടക്കമുള്ള വസ്തുക്കൾക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാങ്കുകൾ നികത്തി കൊടുക്കില്ല. അതേസമയം ജോലിക്കാരുടെ ഭാഗത്തു നിന്നുള്ള കളവ് അല്ലെങ്കിൽ അനാസ്ഥ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ബാങ്കിൻ്റെ ഭാഗത്ത് ഉള്ള കാരണങ്ങൾ, ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുക, അത് നല്ല രീതിയിൽ കെട്ടിടം സൂക്ഷിക്കാത്തതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത്തരം കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബാങ്കിനുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന നഷ്ടമാണെങ്കിൽ അത് നികത്തി കൊടുക്കണം. ഇനി ബാങ്ക് നികത്തി കൊടുക്കേണ്ട ഒരു നഷ്ടമാണെങ്കിൽ എത്രയാണ് ബാങ്ക് നഷ്ടപരിഹാരമായി ഇടപാടുകാർക്ക് കൊടുക്കുക എന്നും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ബാങ്കിൻ്റെ ലോക്കറിന് ഒരു വർഷം ഇടപാടുകാരൻ കൊടുക്കുന്ന വാടക എത്രയാണോ, ലോക്കർ റെൻ്റ് എത്രയാണോ, ആ റെൻറ്റിൻ്റെ 100 ഇരട്ടിയായിരിക്കും പരമാവധി ലോക്കർ എടുത്തിട്ടുള്ള ഇടപാടുകാരന് ബാങ്കുകൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം. ഉദാഹരണത്തിന് 3000 രൂപയാണ് ഒരു വർഷത്തേക്ക് ലോക്കറിൻ്റെ വാടകയായി ഇടപാടുകാരൻ നൽകുന്നതെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയായ 3 ലക്ഷം രൂപയായിരിക്കും പരമാവധി ബാങ്ക് ഇടപാടുകാർക്ക് നഷ്ടപരിഹാരം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നഷ്ടപരിഹാരം നൽകിയില്ല. അപ്പം അവിടെ വെച്ചിരിക്കുന്ന വസ്തുക്കൾ അതിനേക്കാൾ വിലപിടിപ്പുള്ളതായിരുന്നെങ്കിൽ പോലും പരമാവധി വാടക നൽകുന്നതിൻ്റെ വാർഷിക വാടകയുടെ 100 ഇരട്ടി മാത്രമേ നഷ്ടപരിഹാരം നൽകുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ലോക്കറിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് ഇതുപോലെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു നഷ്ടപരിഹാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇടപാടുകാർ അത് ഏതെങ്കിലും ഉചിതമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുമായി അവിടെ നിന്ന് ഇൻഷുറൻസ് പോളിസികൾ വേറെ എടുക്കേണ്ടതാണ്. അത് ബാങ്ക് ചെയ്തു തരുന്ന കാര്യങ്ങളല്ല, ഇടപാടുകാർ നേരിട്ട് ചെയ്യേണ്ടതാണ്. ബാങ്കിങ് സിംപ്ലിഫൈഡിൻ്റെ അടുത്ത എപ്പിസോഡുമായി അടുത്ത തവണ കാണാം.
താങ്ക് യു വെരി മച്ച്.